ലോകത്തിലെ ആദ്യം ന്യൂ ഇയർ ആഘോഷിക്കുന്ന നാട്, മൗണ്ട് എവറസ്റ്റ് കീഴടക്കിയ എഡ്മണ്ട് ഹിലാരിയുടെ നാട്, ലോകത്ത് ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്ന നാട്, അതെ ന്യൂസിലാൻഡ്. ന്യൂസിലാൻഡിലെ ആളുകൾ ഏറ്റവും കൂടുതൽ ഫോട്ടോ എടുത്ത സ്ഥലവും ഏറ്റവും കൂടുതൽ സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലവും ഈ എപ്പിസോഡിൽ കാണാം. അതുമാത്രമല്ല, ദിലീപ് കാവ്യമാധവൻ ഹിറ്റ് സിനിമയായ ലയണിലെ പാട്ട് ഷൂട്ട് ചെയ്ത സ്ഥലവും നമുക്ക് ഇന്ന് കാണാം. ന്യൂസിലാൻഡിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു ഷെർണിസ് വ്ലോഗ്. സീറോ ഡിഗ്രിയാണ്. ഇത് കണ്ട മഞ്ഞ് പെയ്തേക്കണോക്കി. ഇന്നലെ രാത്രി മഞ്ഞ് പെയ്യുമെന്ന് കാലാവസ്ഥ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ പുറത്തൊന്നുമില്ല കേട്ടോ, ഈ ഭാഗങ്ങളൊന്നും കാണുന്നില്ല. മുകളിൽ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ വീടിൻ്റെ മുകളിലൊക്കെ കണ്ട അതൊക്കെ വൈറ്റുണ്ട്. ആ ചെടി എല്ലാ മരങ്ങളുടെ മുകളിലൊക്കെ വൈറ്റായിട്ട് ഇപ്പോൾ ഉണ്ട്. ഐസാണ്, മഞ്ഞെന്ന് പറയാൻ പറ്റില്ല. അതുണ്ടോ ഐസ്. നല്ല തണുപ്പുണ്ട്. ചെറിയ കാറ്റാണ് പ്രശ്നം. സതേൺ കാറ്റോ അങ്ങനെ എന്തോ ഒരു കാറ്റ് വന്നതിന്റെ ഭാഗമായിട്ടാണ് മഞ്ഞ് പെയ്തതെന്ന് പറയുന്നുണ്ട്. ഇതേ നമ്മുടെ കാറിന്റെ മുകളിലൊക്കെ മഞ്ഞ്. ഇതിപ്പോ തന്നെ ഉരുകിപ്പോവും, പെട്ടെന്ന് ഉരുകിപ്പോവും കണ്ട. അപ്പോൾ ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന വീട് കേട്ടോ, ക്യൂൻസ് ടൗണിലെ. പല പല വീടുകളായിട്ടാ. അപ്പോൾ കാർ ഇവിടെ പാർക്ക് ചെയ്യാം. അവിടെ കാണുന്നതൊരു വീടാണ്. ഇതാണ് ഞങ്ങൾക്ക് കിട്ടിയേക്കണ വീട്. ഒരു വീട് ഫുള്ളാണ് കിട്ടണം. റൂമും സംഭവങ്ങളൊക്കെ പയ്യെ കാണിച്ചു തരാം. പയ്യെ നമ്മൾ താഴത്തോട്ട് ഇറങ്ങി വരുന്നു. ഇവിടെയൊക്കെ ഐസാണ്. ആറിൽ ഇതിൻ്റെ ഉള്ളിൽ തന്നെ പല പല റൂമുകളുണ്ടേ. അപ്പോൾ വേറൊരു ഫാമിലി ഉണ്ട്. കയറി വരുമ്പോൾ തന്നെ കാണുന്നത് കിച്ചനാണ്. ഇത് ഷെയർ ചെയ്ത് ഉപയോഗിക്കേണ്ട കിച്ചനാണ്. കാരണം ഇതിൻ്റെ ഉള്ളിൽ 3 റൂമുകളുണ്ട്. റൂമുകൾ അവിടെയാണ്. ഒരു റൂമിൽ നമ്മൾ, മറ്റു റൂമുകളിൽ മറ്റ് ഗസ്റ്റുകളായിരിക്കും. ഇവിടെ എല്ലാ സൗകര്യവും ഉണ്ട് കേട്ടോ. ഓവനുണ്ട്, ഗ്ലാസ്സുകളുണ്ട്, പിന്നെ പ്ലേറ്റുകളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഇരിപ്പുണ്ട്. വെള്ളം ചൂടാക്കാനുള്ള കെറ്റില്, പാത്രം കഴുകാനുള്ള സൗകര്യം, അരിയാനുള്ള സെറ്റപ്പ്, വെള്ളം, പിന്നെ കുക്ക് ചെയ്യാനുള്ള സെറ്റപ്പ്, ഓവന്, പിന്നെ വലിയ ഓവൻ. ഇതിനെന്താ പറയണമെന്ന് അറിയില്ല. നമുക്ക് വേണമെങ്കിൽ മറ്റേ ചിക്കനൊക്കെ വേണമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഫുള്ള് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും, വെന്ത് കിട്ടും. ഫ്രിഡ്ജുണ്ട്, ടി വി ഉണ്ട്, ഇങ്ങനെ ഒരു ഏരിയ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇത് സെൻട്രലൈസ്ഡ് ഹീറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലമുണ്ടോ. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ടെമ്പറേച്ചർ കൺട്രോൾഡ് ആണ്, അതുകൊണ്ട് തണുപ്പില്ല. പിന്നെ അടുക്കളയിൽ ആവശ്യമായ കത്തി, കോടാലി, സ്പൂണ് ഒക്കെ താഴത്ത് ഉണ്ട്. പിന്നെ വല്ല തീ പിടിച്ചാൽ അത് കെടുത്താനുള്ള സൗകര്യം ഇവിടെ തന്നെ ഉണ്ട്. ഈ കാണുന്നതാണ് ബാത്റൂമും. കുളിക്കാനുള്ള സൗകര്യങ്ങൾ, ബാത്റൂം, പല്ലേക്കാനുള്ള സൗകര്യങ്ങൾ, എല്ലാ സംഭവം ഉണ്ട്. റൂമൊക്കെ വരുന്നത് ഇതാണ്. ഇവിടെയൊക്കെ വേറെ ആൾക്കാരുണ്ട്. ഒരു ഫാമിലിയേ ഉള്ളൂ, ഒരു റൂമേ ഫ്രീ ഉള്ളൂ. ഇതാണ് നമ്മുടെ റൂം. മൊത്തം വാരി വലിച്ചിട്ടേക്കാണ്. ഒരു വലിയ ബെഡും ഒരു 2 ഇങ്ങനത്തെ ബെഡ്. 4 പേർക്ക് സ്റ്റേ അടിക്കാം, പക്ഷെ ഞങ്ങൾ 2 പേരേ ഉള്ളൂ. ഇതാണ് റൂം. ചെറിയ റൂമാണ്. റൂം ഹീറ്ററും ഉണ്ട്, അതുകൊണ്ട് ഇവിടെ തണുപ്പില്ല. നമ്മളെ ഇന്നലെ ഒരു ബ്രെഡ് മേടിച്ചിട്ടുണ്ടായി. ആ ബ്രെഡാണ് ഇപ്പോൾ രാവിലെ കഴിച്ചു. പാത്രമൊക്കെ കഴുകി സെറ്റ് ചെയ്ത് വെച്ചു. ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച മഞ്ഞുമലയാണ്. ഇന്നലെ പെയ്ത മഞ്ഞ്. ഏതോ ഒരു പ്ലെയിനൊക്കെ പോകുന്നുണ്ട്. മഞ്ഞുമലയുടെ കാഴ്ച കണ്ട് എന്ത് രസമല്ലേ. വാവ്. അപ്പോൾ സമയം രാവിലെ 10 മണി. നമ്മൾ കാറിലെല്ലാം പാക്ക് ചെയ്ത് സെറ്റ് ചെയ്ത് പയ്യെ ഇറങ്ങാണ്. ഇവിടെ നോക്കുമ്പോൾ ആ ഗൊണ്ടോള കാണാം. ഇതിൻ്റെ മലയുടെ മുകളിലോട്ട് മറ്റേ റോപ്പ് വേ ഉണ്ട്. അത് കൊള്ളാമല്ലോ. ക്യൂൻസ് ടൗണൊക്കെ ഒന്ന് കണ്ട് നമ്മൾ നേരെ എങ്ങോട്ടാണ് പോകണമെന്ന് അറിയാമോ? ഒരു ലേക്ക് കാണാൻ വേണ്ടിയിട്ടുള്ളൂ. രാവിലെ നമ്മൾ കണ്ട മഞ്ഞൊക്കെ ഉരുകി പോയിട്ട് അതൊക്കെ ചെറുതായിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ആ മലയുടെ മുകളിലൊക്കെ ഇഷ്ടംപോലെ മഞ്ഞുണ്ട്. അപ്പോൾ നമ്മൾ താമസിച്ച സ്ഥലം ഇതാണ്, പൈൻവുഡ് ലോഡ്ജ്. ഇതാണ് റിസപ്ഷൻ ഏരിയ. ഇവിടെ വണ്ടി ഇട്ടാണ്ടല്ലോ ഭയങ്കര രസോട്. ഈ പൂക്കൾ മൊത്തം നമ്മുടെ വണ്ടിയുടെ മുകളിലുണ്ടാവും. ഇതുണ്ട താഴെ നോക്കി മൊത്തം പൂക്കൾ. ഇവിടെ എഴുതി വെച്ചേക്കണ്ട കൂറ സ്കൂളത്. നോക്കി, കൂറ സ്കൂള്. അത് നമ്മൾ മലയാളത്തിൽ വായിക്കുമ്പോൾ വേറൊരു വേർഡായിരിക്കും. പക്ഷേ കൂറ എന്ന് പറയുന്നത് അതായത് ഇവിടുത്തെ മാവൂറി ലാംഗ്വേജാണ്. അതാണ് അവിടെ എഴുതി വെച്ചാൽ കൂറ സ്കൂള്. അതായത് നമ്മുടെ മലയാളത്തിലുള്ള കൂറയല്ല കേട്ടോ. അപ്പോൾ ഇവിടെ ഒരുപാട് പേര് പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പോൾ പഠിക്കാൻ വരണമെങ്കിൽ നമുക്ക് OET, IELTS പോലുള്ള ഇംഗ്ലീഷ് ഫ്ലുവൻസി ടെസ്റ്റുകളൊക്കെ പാസ്സായി അതിന് നല്ല സ്കോറൊക്കെ വേണം. എന്നാൽ മാത്രമേ നമുക്ക് ഇവിടെ വരാനായിട്ട് പറ്റുള്ളൂ. അതിപ്പോൾ ന്യൂസിലാൻഡിൽ മാത്രമല്ല, മറ്റ് പല നാട്ടിൽ പോകാനും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും മികച്ച OET, IELTS ട്രെയിനിങ് കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടാണ് നമ്മുടെ ടിജൂസ് അക്കാദമി. അപ്പോൾ ടിജൂസ് അക്കാദമിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഓൺലൈനിലും ഓഫ്ലൈനും പഠിക്കാം. എന്ന് വെച്ചാൽ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നമുക്ക് സമയം ക്രമീകരിക്കാം, പഠിക്കാനുള്ള സമയം. അതായത് നമുക്കിപ്പോൾ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ആ ജോലിയോടൊപ്പം തന്നെ നമുക്ക് ഇതിൻ്റെ ട്രെയിനിങ് ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. ഇപ്പോൾ ഹോസ്റ്റൽ സൗകര്യമൊക്കെ ഉണ്ടെങ്കിൽ അവരതും അറേഞ്ച് ചെയ്ത് കൊടുക്കും.
ഇപ്പോൾ പല മൊഡ്യൂളുകളുണ്ടല്ലോ, അതായത് റൈറ്റിംഗ്, ലിസണിങ്, റീഡിങ്, സ്പീക്കിംഗ്. അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും ഒരു മൊഡ്യൂളിനാണ് നിങ്ങൾക്ക് വീക്കെങ്കിൽ അതിന് വേണ്ടി സ്പെഷ്യൽ ട്രെയിനിങ് എടുക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളുടെ ട്രെയിനിങ് കൂടി നിങ്ങൾക്ക് കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഈ OET, IELTS പോലെയുള്ള ഇംഗ്ലീഷ് ഫ്ലുവൻസി ടെസ്റ്റുകൾക്ക് ടെൻഷൻ ഒന്നും അടിക്കേണ്ട. അപ്പോൾ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്, നമ്മുടെ ടിജൂസ് അക്കാദമിയുടെ. അപ്പോൾ ജോയിൻ ചെയ്യുക, ന്യൂസിലാൻഡിൽ വരിക, പഠിക്കുക, അടിപൊളിയാക്കുക അല്ലേ. ന്യൂസിലാൻഡ് മാത്രമല്ല കേട്ടോ, നമുക്കിപ്പോൾ മറ്റു സ്ഥലങ്ങളിൽ പോകണമെങ്കിലും നമുക്ക് OET, IELTS ഒക്കെ വേണമല്ലോ. അപ്പോൾ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ യാത്ര തുടരാം. ഈ ക്യൂൻസ് ടൗൺ എന്ന് പറയുന്നത് റിസോർട്ട് പട്ടണം എന്നാണ് അറിയപ്പെടുന്നത് തന്നെ. ഈ ടൗണിന്റെ പ്രദേശത്ത് മാത്രം ഏകദേശം 29,000 ആളുകളാണ് താമസിക്കുന്നത്. ഈ വാണിജ്യാടിസ്ഥാനമായിട്ടുള്ള ടൂറിസത്തിനും പ്രത്യേകിച്ച് സാഹസികമായിട്ടുള്ള വിനോദസഞ്ചാരത്തിനും അത് മാത്രമല്ല മഞ്ഞുള്ളപ്പോൾ സ്കീ ടൂറിസം ഒക്കെ അതിനൊക്കെ പേര് കേട്ട ഒരു സ്ഥലമുണ്ട് ക്യൂൻസ് ടൗൺ എന്ന് പറയുന്നത്. അപ്പോൾ ക്യൂൻസ് ടൗണിലെ പ്രധാന സിറ്റി സെന്ററാണ് ഈ കാണുന്നത്. ഇവിടെ കുറേ ഷോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. അതിനകത്ത് ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട്. ബോംബെ ഹോട്ടലിൽ നമ്മൾ ഇവിടെ വന്നൊരു ഫുഡ് കഴിച്ചിട്ട് കഴിഞ്ഞ ദിവസം രാത്രി ഇവിടെ ഒരു ഹോട്ടലുണ്ടല്ലോ, ബോംബെ ഹോട്ടൽ എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ടായിരുന്നു. ഇത് ബോളിവുഡ്, ഇതൊക്കെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റാ. ബോളിവുഡ് മിർച്ചി മസാല, അതെ, ബോംബെ പാലസ്, ഇതൊക്കെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റാ. ഇത് കണ്ട, നമ്മൾ ഇവിടെ വന്നൊരു ബിരിയാണി കഴിച്ചു. എൻ്റെ പൊന്നളി ഇത്തിരി റൈസ് കഴിച്ചു, നല്ല റേറ്റ് ആയിരുന്നു. $26 അല്ലേ? അത് മാത്രമല്ലല്ലോ, നമ്മളൊരു ഇത്തിരി സവാള ചോദിച്ചു. സവാള ചോദിച്ചതാ. സവാളക്ക് അവൻ സവാള സാലഡ് ആക്കി. അതിന് $5 സാലഡ് എന്ന് പറഞ്ഞിട്ട് $5 അവൻ മേടിച്ചു. ഇത്തിരി റൈസ് തിന്നണമെന്ന് വിചാരിച്ചിട്ട് പോയതാ. ആ കിടക്കുന്ന ബോട്ട് കണ്ടോ, സദേൺ ഡിസ്കവറീസ്. നമ്മൾ കഴിഞ്ഞ ദിവസം മിൽഫോർഡ് പോയില്ലേ, അവരുടെ ഓഫീസാണ് ബുക്കിംഗ് ഓഫീസ്. അവരുടെ ബുക്കിംഗ് ഓഫീസായി കാണുന്നത്. എൻ്റെ അമ്മ ഇതിന്റെ തീരത്താ, അടിപൊളി. നോക്കി, എന്റെ മോനെ എന്ത് വ്യൂ ആണ്. ഇവിടെ വണ്ടി നിർത്തി ഇറങ്ങാൻ പറ്റില്ല, അതാണ് പ്രശ്നം. ഇത് കണ്ടോ, കിട്ടില്ല വ്യൂ, ഒരു രക്ഷയില്ല. ഇവിടെ വണ്ടി എവിടെയെങ്കിലും നിർത്താൻ ഓപ്ഷൻ ഉണ്ടോ? ഒരു വഴിയില്ലല്ലോ. അപ്പുറത്തെ സൈഡ് വണ്ടി ഇടാൻ പറ്റുള്ളൂ, അവിടെ ആണെങ്കിൽ ഫുള്ള്. എന്ത് കഷ്ടമാണ്. ഇവിടെ അടിപൊളി വ്യൂ. ഇത് കണ്ടോ, ആ മഞ്ഞുമല. ഈ മഞ്ഞൊക്കെ ഇന്നലെ പെയ്താ കേട്ടോ, കഴിഞ്ഞ ദിവസം ഇല്ലായിരുന്നു. എന്റെ പൊന്നോ, വഴിയിലൊന്നും വണ്ടി ഇടാനുള്ള സ്ഥലം ഇല്ലായിരുന്നു. നോക്കിയപ്പോൾ ഇങ്ങനൊരു ഏരിയ നൈസായിട്ട് നമ്മൾ ഇവിടെ കൊണ്ടങ്ങ് പാർക്ക് ചെയ്തു. നല്ല സ്പോട്ടാണ്, കൊള്ളാം. ഇവിടെ നിന്നുള്ള വ്യൂ കാണിച്ചു തരാം. എൻ്റെ മോനെ, ഇതൊരു ബോട്ടൊക്കെ പോണു. എൻ്റെ അമ്മോ, ഇവിടെ ക്യൂൻസ് ടൗൺ നല്ല രസമുണ്ടല്ലേ, ഭയങ്കര രസമുണ്ട്, ഒരു രക്ഷയില്ല. വേറൊരു കാര്യമുണ്ട്, നമ്മുടെ ലയൻ എന്ന് പറയുന്ന നമ്മുടെ ദിലീപ് ഏട്ടൻ്റെ സിനിമയില്ലേ, നമ്മുടെ ഏതാടാ പാട്ട് പറഞ്ഞല്ല, ചിരിമണി മുല്ലല്ലേ, ക്രൈസ്റ്റ് ചർച്ച് അല്ലേ. അപ്പൊ ആ സിനിമയിലെ പാട്ട് സീനൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് പറയണത്. പിന്നെ ന്യൂസിലാൻഡിന്റെ പല സ്ഥലങ്ങളിലൊക്കെ ഉണ്ടെന്നുള്ളേ. സുന്ദരി ഒന്ന് പറയൂ അല്ലേ, അതാന്ന് തോന്നുന്നു. അതിനകത്ത് കുറെ സ്ഥലങ്ങളൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. സുന്ദരി ഒന്ന് പറയൂ, ആ സാധനല്ലേ. അതൊന്ന് നിങ്ങൾ യൂട്യൂബിൽ നോക്കിയാൽ മതി ആ സംഭവം. അതൊക്കെ ക്യൂൻസ് ടൗൺ അതേപോലെ പല സ്ഥലത്ത് ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഡെസേർട്ട് റോഡൊക്കെ ഉണ്ടല്ലേ, വന്ന റോഡൊക്കെ ഉണ്ട്. യെസ്, വ്യൂ നമ്മുടെ മിൽഫോർഡ് സൗണ്ട് പോലെ തന്നെ ഇവിടെയും മറ്റേ ക്രൂസ് സർവീസ് ഉണ്ട്. നമ്മൾ പോയ സദേൺ ഡിസ്കവറീസ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ക്രൂസ് സർവീസ് ഇവിടെ തന്നെ ഉണ്ട്. ഇവരിങ്ങനെ പോയി അവിടെയൊക്കെ പോയിട്ട് തിരിച്ചിങ്ങനെ കറങ്ങി വരും. ഇത് ഇവിടുത്തെ സിറ്റി ബസ്സാന്ന് തോന്നുന്നു, ഓർ ബസ്, ബെറ്റർ ബൈ ബസ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇവിടെ ഉണ്ടല്ലോ P30 എന്ന് എഴുതിക്കണണ്ട, അതിനർത്ഥം 30 മിനിറ്റ് നമുക്ക് ഫ്രീ ആയിട്ട് പാർക്ക് ചെയ്യാൻ പറ്റും. ചില സ്ഥലത്ത് P120 എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ 120 മിനിറ്റ് നമുക്ക് അവിടെ ഫ്രീ ആയിട്ട് പാർക്ക് ചെയ്യാം. അല്ലെങ്കിൽ പണി കിട്ടും, കാരണം നല്ല ഫൈൻ അടിച്ച് തരും. എനിക്ക് തോന്നുന്നു $40 തോന്നുന്നു ഫൈൻ വരുന്നത് ഇങ്ങനെ പാർക്ക് ചെയ്താൽ. 30 മിനിറ്റ് കൂടിയാലും പൈസ ഫൈൻ അടിക്കും കേട്ടോ. അപ്പം അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പം നമ്മൾ ജസ്റ്റ് ഒരു അരമണിക്കൂർ വണ്ടി ഇട്ടിട്ട് സിറ്റിയൊക്കെ ജസ്റ്റ് ഒന്ന് നടന്ന് പെട്ടെന്ന് കണ്ടിട്ട് വരാം. ഇവിടെ വണ്ടി പാർക്ക് ചെയ്യലാണ് പ്രധാന പ്രശ്നം, അതുകൊണ്ടാണ് പാട്. ഇതാണ് സ്കൈ ലൈൻ. നമ്മളെ ഇതിൻ്റെ മുകളിലോട്ടൊന്ന് കയറാൻ വേണ്ടിയിട്ട് പോവാണ്. ഇവിടെ ടിക്കറ്റ് റേറ്റ് എത്രയെന്ന് നോക്കട്ടെ. ഇതാണ് ടിക്കറ്റ് കൊടുക്കുന്ന സ്ഥലം. ഗൊണ്ടോള വേറെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഗൊണ്ടോളക്ക് അപ്പ് ആൻഡ് ഡൗൺ $52 റേറ്റ്. നമ്മൾ പൈസ കൊടുത്തു, ടിക്കറ്റ് ഇപ്പം തരും. യെസ്, താങ്ക് യു. അങ്ങനെ ഏകദേശം 10-15 മിനിറ്റ് നമ്മൾ ക്യൂവിൽ നിന്ന ശേഷം നമ്മൾ ഗൊണ്ടോളയുടെ അവിടെ എത്തിയിട്ടുണ്ട്.
ഇതെന്താ 25 കിലോ എന്നൊക്കെ എഴുതിയേക്കണം. സൈക്കിളിൻ്റെ സൈക്കിളിന് 25 കിലോ വെയിറ്റ് ഉള്ളത് കയറ്റാം എന്നാണ് പറയുന്നത്. സൈക്കിളൊക്കെ കയറ്റിക്കൊണ്ടോ കേട്ടോ ഇതിനകത്ത്. നമ്മളങ്ങനെ ഗൊണ്ടോളിലോട്ട് കയറുകയാണ്. ഇതിനകത്ത് 6 പേര് കയറ്റി ഇരിക്കാന്നുണ്ട്. 6 അല്ല 8 10 പേര് ഇരിക്കാം. ഈ ക്യൂൻസ് ടൗണിൽ തന്നെ വലിയൊരു കുന്നാണ്ടത്. ബോബ്സ് പീക്ക് എന്നാണ് ഇതിനെ പറയുന്നത്. ഭയങ്കര കുത്തനുള്ള ചെരുവാണ് കേട്ടോ. 1961 ഇയാൻ ഹാമിൽട്ടൺ എന്ന് പറയുന്ന ഒരു ബസ് കമ്പനി ഉടമയാണ് വിനോദസഞ്ചാരികളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് ആദ്യം വഴി വെട്ടുന്നത്. പിന്നീട് അദ്ദേഹം മരിച്ചൊക്കെ പോയി. അത് കഴിഞ്ഞ് 2 വർഷത്തിന് ശേഷം ജോൺ ഡംബിൾ എന്ന് പറയുന്ന ഒരാള് ഇതിന്റെ ഓഹരിയൊക്കെ വാങ്ങിച്ച ശേഷം ഈ സ്കൈലൈൻ എന്ന് പറയുന്ന ടൂറുകൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹം നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങി. 1965 ഈ ഗൊണ്ടോള നിർമ്മിക്കാനുള്ള അനുമതിയൊക്കെ കിട്ടുന്നത്. അങ്ങനെ ഈ സ്കൈലൈൻ്റെ ആദ്യത്തെ മാനേജിംഗ് ഡയറക്ടറായിട്ട് ജോൺ ഡംബിൾ എന്ന് പറയുന്ന ആൾ മാറി. അതോടൊപ്പം തന്നെ ഈ ഗൊണ്ടോളയുടെ പ്രവർത്തനം കൂടി ആരംഭിച്ചു. ഇവിടെ ഉണ്ടല്ലോ അതേ ബങ്കി ജമ്പിങ് ഒക്കെ ഉണ്ടോ, ഇത് ഉണ്ടോ, അത് അതിനുള്ള സ്ഥലമാണ് ഈ കാണുന്നത് കേട്ടോ. പിന്നെ ഈ 2011 മുതൽ ഈ മലയുടെ മുകളിലോട്ട് മൗണ്ടൈൻ ബൈക്കുകളൊക്കെ കൊണ്ടുപോകാൻ പറ്റും. അങ്ങനത്തെ സംവിധാനമൊക്കെ വന്നു. അങ്ങനെ നമ്മൾ ടോപ്പിലെത്തിയിരിക്കുകയാണ്. ഗൊണ്ടോളിൽ നിന്ന് ചാടിയൊക്കെ വേണം ഇറങ്ങാനായിട്ട്. വെൽക്കം എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി അതേപോലെ തന്നെ തിരിച്ചിറങ്ങി പോവേ. ഗൊണ്ടോളയിലൊന്ന് കയറി ഇവിടുത്തെ വ്യൂ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് മാത്രം വന്നതാണ്. ഇവിടെ വ്യൂവിംഗ് ഡെക്ക് എന്ന് എഴുതിയിട്ടുണ്ട്. ഇങ്ങോട്ട് പോകാമെന്ന് തോന്നുന്നു. ഇതാണ് വഴി. ഇതിന്റെ മുകളിലെത്തിയപ്പോ അത്യാവശ്യം നല്ല കാറ്റുണ്ട് കേട്ടോ. അടിപൊളി വ്യൂ ആണ്. ഇവിടെ ഇങ്ങനെ സംഭവം ഉണ്ടായിരുന്നാ? അയ്യോ, അങ്ങനെയാണെങ്കിൽ ഇതിൽ കയറായിരുന്നു. അയ്യോ, ഇത് ട്രാക്കാണോ? ഇതേ വണ്ടിയൊക്കെ വരുന്നു. ഇത് കൊള്ളാലോ. ഇവിടെ കുറേ ആക്ടിവിറ്റി ഉണ്ടേ. ഇത് കണ്ടാ, ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ വണ്ടിയൊക്കെ പിടിച്ച് കിടക്കാം. അടിപൊളി പരിപാടി. കൊള്ളാട്ടാ. ഈ വക്കാട്ടിപ്പൂ തടാകത്തിന്റെ നിരപ്പിൽ നിന്ന് 1450 അടി ഉയരത്തിലാണ് ഈ ഒരു മല നിൽക്കുന്നത്. ഇത് ബെൻലേമണ്ട് എന്ന് പറയുന്ന ഒരു പർവ്വതത്തിന്റെ ഭാഗമാണ്. അതിനെയാണ് ഈ ബോബ്സ് പീക്ക് എന്ന് വിളിക്കുന്നത്. ഇവിടെ ഗൊണ്ടോള മാത്രമല്ല പല ആക്ടിവിറ്റീസ് ഉണ്ട്. ഇവിടെ മൗണ്ടൈൻ ബൈക്കിംഗ് ഹൈക്കിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല റെസ്റ്റോറന്റ് ഉണ്ട്, ബാറുണ്ട്, കഫേ ഉണ്ട്, ഗിഫ്റ്റ് ഷോപ്പുകളൊക്കെ ഉണ്ട്. അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ട്. പിന്നെ വേറൊരു സംഭവമാണ് ലൂജ് എന്ന് പറയുന്ന അതേ ഈ കാണുന്ന രീതിയിലുള്ള ട്രാക്കുകൾ. ഇങ്ങനത്തെ ഇരുന്ന് വണ്ടി ഓടിച്ച് പോകാൻ പറ്റുന്നത്. ഇത് വണ്ടി ഓടിച്ചു പോകല്ല, ഇതൊരു ചെരുവായതുകൊണ്ട് ഇങ്ങനെ ഇറങ്ങി താനെ ഓട്ടോമാറ്റിക് പോകുന്ന ഒരു ടൈപ്പ് വണ്ടി. ലൂജ് എന്നാണ് പറഞ്ഞത്, ലൂജ് ട്രാക്ക്. ഇത് ഏകദേശം 1.5 കിലോമീറ്റർ നീളത്തിൽ ഇവരിങ്ങനെ ചെയ്തിട്ടുണ്ട്. നല്ല രസമുള്ള പരിപാടിയാണ്. എനിക്ക് ഇതിനകത്തൊന്ന് കയറിയ കൊള്ളാന്നുണ്ടായിരുന്നു ഈ സാധനത്തിൽ. ഇതിനകത്താണെങ്കിൽ നമ്മൾ വ്യൂവും കണ്ടു പോവാം. അതായത് ഓപ്പൺ ആയിട്ടുള്ള ഇതാണല്ലോ, ഈ ആൾക്കാർ വരുന്നുണ്ട്. ഇവിടെ ഇറങ്ങി വെക്കാൻ പറ്റില്ല, ഇവിടെ ട്രാക്കാണ്. ഇത് നോക്കി. പക്ഷെ ഒരു കുഴപ്പമുള്ളത് നല്ല തണുപ്പായിരിക്കും. അതാണ് നല്ല കൊണ്ടോളെന്ന് തോന്നുന്നത്. തണുപ്പില്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇത് കൊള്ളാലോ ഈ വണ്ടി. ഇത് നോക്കി, നല്ല രസമുണ്ട്. ഇത് കണ്ട, ഇവിടെ ഡ്രോൺ ഒന്നും പാടില്ല. സിവിൽ ഏവിയേഷൻ അതോറിറ്റി ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ ക്യൂൻസ് ടൗണിൽ ഡ്രോൺ പൊക്കൽ ഇത്ര കുറച്ച് പാടാം. കാരണം എന്താണെന്നറിയാമോ, ഇവിടെ തൊട്ടടുത്ത് തന്നെ എയർപോർട്ട് ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഫ്ലൈറ്റ് പോകണ കാണാം, പിന്നെ ഹെലികോപ്റ്റർ പോകും. അപ്പോൾ ഇവിടെ ഡ്രോണൊക്കെ പൊക്കിയാൽ ഭയങ്കര പാടാം. ഇതിൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ ഈ ലേക്ക് വക്കാട്ടിപ്പിൻ്റെ വ്യൂ ആണ് കേട്ടോ. അതുപോലെ തന്നെ ക്യൂൻസ് ടൗൺ നമുക്ക് മുഴുവനും കാണാം. ഇവിടേക്ക് ഒരു ടേബിളൊക്കെ ഉണ്ട്. ഇവിടെ ഇരുന്ന് നല്ല വ്യൂ ഒക്കെ കണ്ട് ഭക്ഷണമൊക്കെ കഴിക്കാൻ പറ്റും. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ നല്ല തണുപ്പാണ്. അതുമാത്രമല്ല ഭയങ്കര തണുത്ത കാറ്റാണ് ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുന്നത് ഈ തടാകത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട്. അപ്പം അതുകൊണ്ട് അധികം സമയം ഇവിടെ ഇരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നമുക്ക് പയ്യെ എന്തായാലും താഴത്തോട്ട് ഇറങ്ങാം. ഈ പരിപാടി എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ട്. ഇതിനൊക്കെ വേറെ സെപ്പറേറ്റ് ടിക്കറ്റ് എടുക്കണേ. വണ്ടിക്ക് വന്നത് അടിപൊളിയാണ്ട. ഇവിടെ കുറേ ആക്ടിവിറ്റി ഇങ്ങനത്തെ പരിപാടി എന്തൊക്കെയുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ സംഭവത്തിന് സെപ്പറേറ്റ് വേറെ ടിക്കറ്റാണെന്നാണ് തോന്നണം. നമ്മൾ ഗൊണ്ടോള മാത്രമേ എടുത്തിട്ടുള്ളൂ. ജസ്റ്റ് ഗൊണ്ടോള കയറി ഇവിടെ വരുന്നു, ഈ ഭാഗത്തെ വ്യൂ ഒക്കെ കാണുന്നു, തിരിച്ച് അതേ ഗൊണ്ടോള തന്നെ തിരിച്ചു പോകുന്നു. അതാണ് നമ്മുടെ പരിപാടി. അപ്പം നമ്മുടെ ഈ മലയുടെ മുകളിലത്തെ കാഴ്ച കണ്ട ശേഷം തിരിച്ച് അതേപോലെ തന്നെ പോകാണ്ട. ഇത് എന്തായാലും ഒരു അടിപൊളി അനുഭവം ഉണ്ടായി. ഈ ക്യൂൻസ് ടൗണിൽ വന്നു കഴിഞ്ഞാൽ ഈ സംഭവം ചെയ്യാനായിട്ട് ആരും മറന്നു വരുത്. അടിപൊളി പരിപാടിയാണ്. സംഭവം ഒരു $52 റേറ്റ് വരും അപ്പ് ആൻഡ് ഡൗൺ. അതായത് ഏകദേശം നാട്ടിലൊരു 2600 രൂപ ഒരാൾക്ക് ചിലവ് വരും. എന്നാലും കുഴപ്പമില്ല. പക്ഷെ മാരൊക്കെ വ്യൂ ആണ്, ഒരു രക്ഷയില്ല. ഞാൻ നോക്കുമ്പേ ഇവിടെ ഞാൻ മാത്രമേ ഇനിയുള്ളൂ. നൈസായിട്ട് അതിൽ കയറാം, ഒറ്റയ്ക്ക് ഇരിക്കാം. എങ്ങനെയാണെന്ന് നോക്കാമല്ലോ. ഇവിടെ തിരിച്ചു പോകാനായിട്ട് ടിക്കറ്റ് ഒന്നും നോക്കുന്നില്ല കേട്ടോ. നമുക്ക് കയറി അങ്ങ് പോകാൻ തോന്നുന്നു. വേറെ ആൾക്കാർ വരുന്നുണ്ട്. അയ്യോ, ഞാൻ നൈസായിട്ട് ഒറ്റയ്ക്ക് പോകാൻ പറ്റുമോ നോക്കട്ടെ. നല്ല രസമായിരിക്കും ഒറ്റയ്ക്ക് ഇരിക്കാം. നോക്കട്ടെ. യെസ്. ഞാൻ ഇതിനകത്ത് കയറിയിട്ടുണ്ട്. പക്ഷെ ഒറ്റയ്ക്ക് ഇരിക്കാൻ പറ്റില്ല, വേറെ നാട്ടുകാർ ചാടി കയറി. ഇവിടെ കണ്ട സൈക്കിളൊക്കെ ഇരിക്കുന്നുണ്ട്. ഇതിനകത്ത് സൈക്കിളൊക്കെ കയറ്റി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് കൊണ്ടുവരാൻ പ്രശ്നമൊന്നുമില്ല കേട്ടോ. നൈസായിട്ട് കൊണ്ടുവരാം. അടിപൊളി പരിപാടിയാണ്. അപ്പോൾ നമ്മൾ പയ്യേനി താഴത്തോട്ട് ഇറങ്ങാണ്. ഒരു രക്ഷയില്ലാത്ത വ്യൂ കേട്ടോ. അങ്ങനെ നമ്മൾ താഴത്തെത്തിരിക്കുകയാണ്.
വണ്ടി ചെറുതായിട്ട് മൂവ് ചെയ്യേ, പയ്യെ ചാടി നോക്കി വേണം ഇറങ്ങാനായിട്ട്. ഇത് നോക്കിയാൽ നമ്മൾ വന്നപ്പോൾ നല്ല ക്യൂ ഒക്കെ നിന്നാണ്, പക്ഷെ ഇപ്പോൾ ആരുമില്ല. ശരി, ഇതാണ് എൻട്രി. ഞാൻ ക്യൂ ഇതും കഴിഞ്ഞ് അപ്പുറത്താണ് നിന്നത്. ഒരു 10-20 മിനിറ്റ് ക്യൂ വന്നിട്ടാണ് കയറിയത്. അപ്പോൾ ഇപ്പോൾ സമയം 12:15. അപ്പോൾ ഉച്ചക്ക് വന്നു കഴിഞ്ഞാൽ തിരക്ക് കുറവാണെന്നാണ് തോന്നേട്ടാ. പക്ഷെ ഇന്ന് വീക്കെൻഡ് ഒന്നുമല്ല കേട്ടോ, ഇന്ന് ഇടദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് വലിയ ഭീകരമായ തിരക്കില്ല, കുറച്ച് ടൂറിസ്റ്റുകൾ മാത്രമേ ഉള്ളൂ. ഇതാണ് ഇവിടുത്തെ റേറ്റുകൾ കേട്ടോ. എല്ലാ ആക്ടിവിറ്റിയുടെയും റേറ്റ് ഉണ്ട് കണ്ടോ, ഇത് നോക്കിയാൽ മതി. അതുപോലെ ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല. ഈ കാണുന്ന സ്കാനർ ഉണ്ടോ, അതിനകത്ത് സ്കാൻ ചെയ്താൽ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാം, ടിക്കറ്റ് കിട്ടും. പിന്നെ ഈ സ്ഥലത്ത് P5 മാത്രമേ ഉള്ളൂ, അതായത് 5 മിനിറ്റ് പാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പാർക്കിംഗ് നമ്മൾ വേറെ സ്ഥലമൊക്കെ നോക്കേണ്ടി വരും. ഇതുണ്ട് ഈ ഭാഗത്തെ മാപ്പൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെയാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ട സ്ഥലമാണ് ഈ ഏരിയ, ലേക്കിൻ്റെ അടുത്തൊക്കെ പോയി. അത് ഇതിൻ്റെ താഴത്ത് ഇവിടെ വെൽക്കം ടു ക്യൂൻസ്റ്റൗണിൽ എഴുതിയിരിക്കുന്ന, മുകളിൽ എഴുതിയിരിക്കുന്ന ഭാഷ കണ്ടോ, ഇതാണ് ഇവിടുത്തെ ലാംഗ്വേജ് കേട്ടോ. അതായത് ഇവിടുത്തെ നേറ്റീവ്സ് ആയിട്ടുള്ള മാവോറികളുടെ ലാംഗ്വേജാണ്, മാവോറി ലാംഗ്വേജ്. നമ്മളിപ്പോൾ ക്യൂൻസ്റ്റൗണിൽ നിന്ന് നേരെ ക്രൈസ്റ്റ് ചർച്ചിലോട്ട് പോവാണ്. ഏകദേശം 450 കിലോമീറ്റർ ഉണ്ട്. നിർത്താതെ പോവുകയാണെങ്കിൽ ഒരു 5.5-6 മണിക്കൂർ യാത്ര ഉണ്ടാവും. ഈ പോകുന്ന വഴിയിൽ ഒരുപാട് കാഴ്ചകളൊക്കെ നമുക്ക് കാണാനുണ്ട്. തടാകങ്ങളും കൃഷിപ്പാടങ്ങളും മലനിരകളും ഒക്കെ കണ്ടായിരിക്കും നമ്മുടെ യാത്ര. ഈ ന്യൂസിലാൻഡിൽ ഇതേപോലെ റോഡ് ട്രിപ്പ് ചെയ്താലാണ്ടാ ശരിക്കും ഇവിടുത്തെ ഭംഗിയൊക്കെ മനസ്സിലാവുള്ളൂ. ഈ ഉൾപ്രദേശമൊക്കെ കാണാനായിട്ട് ഭയങ്കര ഭംഗിയാണ്. എവിടെ നോക്കിയാലും ഫോട്ടോ എടുക്കാൻ പറ്റുന്ന സ്ഥലം മാത്രമേ ഉള്ളൂ. പിന്നെ ഈ പ്രദേശം മുഴുവനും തണുപ്പ് കാലത്ത് മഞ്ഞ് പെയ്യുന്ന സ്ഥലമൊക്കെ ഉണ്ടോ. സമ്മറിൽ വരുന്നതാണ് ഏറ്റവും നല്ലത്. ആ സമയമാണെങ്കിൽ നമുക്ക് ഈ കാണുന്ന പോലെയൊക്കെ നല്ല പച്ചപ്പായിട്ട് നിൽക്കുന്നത് കാണാം. ഇവിടുത്തെ ഒരു വിന്റർ ടൈം എന്നൊക്കെ പറഞ്ഞാൽ ഏകദേശം ഒരു ജൂൺ ജൂലൈ ആ ഒരു ടൈമിലൊക്കെ ആയിരിക്കും കേട്ടോ മഞ്ഞ് വീഴ്ചയും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ടുള്ള. ഈ നവംബർ ഡിസംബറൊക്കെയാണ് ഇവിടുത്തെ സമ്മർ. പിന്നെ ഈ രാജ്യത്ത് പ്രകൃതി സംരക്ഷണമൊക്കെ ഭയങ്കര കർശനമായിട്ട് നോക്കുന്നൊരു രാജ്യമാണ് കേട്ടോ. ഇവിടെ ഒരു മരമൊക്കെ വെട്ടിക്കഴിഞ്ഞാൽ, ഇൻ കേസ് എന്തെങ്കിലും ആവശ്യത്തിന് മരങ്ങളൊക്കെ വെട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇരട്ടി മരങ്ങൾ വെച്ച് പിടിപ്പിക്കും. അങ്ങനെ വെച്ച് പിടിപ്പിച്ച മരങ്ങളൊക്കെ നമുക്ക് കാണാം. പല കുന്നുകളിലൊക്കെ മരങ്ങൾ പുതിയതായിട്ട് വെച്ച് പിടിപ്പിച്ചതിനെ കാണാം. അതൊക്കെ ഏതെങ്കിലും ഭാഗത്ത് എന്തെങ്കിലും ആവശ്യത്തിന്, ഇപ്പോൾ റോഡ് പണിയാനോ അല്ലെങ്കിൽ എന്തെങ്കിലും വീട് പണിയാനൊക്കെ ആവശ്യങ്ങൾക്കൊക്കെ ഇങ്ങനെ മരങ്ങൾ വെട്ടേണ്ടി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഇരട്ടി മരങ്ങൾ ഇവർ വെച്ച് പിടിപ്പിക്കും. അതാണ് ഇവിടുത്തെ റൂള്. അതുപോലെ നമുക്ക് ഈ ന്യൂസിലാൻഡിൽ യാത്ര ചെയ്യാനായിട്ട് നമുക്ക് ബസ് സർവീസ് കിട്ടും കേട്ടോ. ഇപ്പോൾ ക്യൂൻസ്റ്റൗണിൽ നിന്ന് ക്രൈസ്റ്റ് ചർച്ച് പോകാനായിട്ട് നമുക്ക് ബസ് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് ഓക്കലൻഡ് പോകാനോ നഗരങ്ങൾ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബസ് സർവീസ് ഉണ്ട്. അത് നമുക്ക് ഓൺലൈനിൽ ബുക്ക് ചെയ്ത് യാത്ര ചെയ്യാം. 2 തല ബസ്സൊക്കെ ഞാൻ നേരത്തെ കണ്ടായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർസിറ്റി സർവീസ് നടത്തുന്ന ബസ്സുകളൊക്കെ ഉണ്ട് ഇവിടെ. നമ്മൾ സാധാരണ പല രാജ്യങ്ങളിലും ഇതുപോലെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതേപോലത്തെ ബസ്സുകളൊക്കെയാണ്, ഓരോ രാജ്യത്തും ഓരോ സ്ഥലങ്ങളിലോട്ട് പോകാനായിട്ട്. പക്ഷേ ഇത് നമ്മൾ ഒരു റോഡ് ട്രിപ്പായിട്ട് നമ്മളിങ്ങനെ പ്ലാൻ ചെയ്ത് പോകുന്നതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ കാറൊക്കെ എടുത്ത് നമ്മൾ പോകുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ ബസ് എടുത്ത് നമ്മൾ സാധാരണ രീതിയിൽ എല്ലാ രാജ്യങ്ങളിലും ചെയ്യുന്ന പോലെ നമ്മൾ ബസ്സോ ട്രെയിനോ എന്തെങ്കിലുമൊക്കെ എടുത്ത് മാത്രമേ നമ്മൾ യാത്രയുള്ളൂ. ഇതിപ്പോൾ റോഡ് ട്രിപ്പ് പ്ലാൻ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പോകുന്നത്. പക്ഷെ അതൊരു ഗുണമായി, കാരണം നല്ല പ്രദേശങ്ങളും ഉൾപ്രദേശങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ കാണാനായിട്ട് സാധിക്കും. ഇവിടെയൊക്കെ കണ്ട വിൻഡോസിന്റെ വാൾപേപ്പറില്ലേ, വിൻഡോസ് കമ്പ്യൂട്ടറിലെ ഏകദേശം അതേപോലെ ഇരിക്കുന്ന സ്ഥലങ്ങളൊക്കെ എന്റെ പോലെ ഒരു രക്ഷയില്ല കേട്ടോ. കിടിലൻ കാഴ്ചകളൊക്കെയാണ്. എന്റെ സംശയം എന്താണെന്ന് വെച്ചാൽ ഈ പുല്ലൊക്കെ എങ്ങനെയാണ് ഇതുപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്നാണ്. ഇത് വെട്ട് നിർത്തുന്നതാണോ അല്ലെങ്കിൽ ഇത് ഇങ്ങനെ തന്നെയാണോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല. ചിലപ്പോൾ എനിക്ക് തോന്നി ഈ പശു ആടൊക്കെ ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് ഈ ആടൊക്കെ തിന്ന് ഇങ്ങനെ ആകുന്നതാണോ, അല്ലെങ്കിൽ ആളുകൾ ഇങ്ങനെ വെട്ടി നിർത്തിയിട്ട് ഗവൺമെന്റ് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണോ, ഇതിനെക്കുറിച്ച് എനിക്ക് അറിയത്തില്ല കേട്ടോ. എന്തായാലും എവിടെ നോക്കിയാലും ഇതേപോലത്തെ മൊട്ടക്കുന്നുകളും അല്ലെങ്കിൽ പുല്ലുകളൊക്കെ ലെവലായിട്ട് നിൽക്കുന്ന രീതിയിലാണ് നമ്മൾ കാണുന്നത്. ശരിക്കും അതാണ് ഈ നാടിന്റെ ഭംഗി. പിന്നെ ഈ കൃഷി എന്ന് പറയുന്നത് ഈ ന്യൂസിലാൻഡിന്റെ സമ്പദ് വ്യവസ്ഥയുടെ ഏറ്റവും വലിയ മേഖലയാണ് കേട്ടോ. ഇവിടുത്തെ കൃഷിപ്പാടങ്ങളൊക്കെ കാണാം. ഒരു ടൈപ്പ് യന്ത്രം ഇവിടെ ഇരിക്കുന്നതുണ്ടോ. അതെനിക്ക് തോന്നുന്നത് ഈ വള്ളമിടാനോ വെള്ളം ഒഴിക്കാനോ എന്തോ ആവശ്യത്തിനുള്ള യന്ത്രമാണ് ഇരിക്കുന്നത്. പിന്നെ ഇവിടെ വന്നപ്പോൾ അറിഞ്ഞ ഒരു രസകരമായിട്ടുള്ളൊരു കാര്യമാണ്, ഇവിടെ ഈ നോൺ വെജ് വിഭവങ്ങൾക്ക് വില കുറവും വെജായിട്ടുള്ള, അതായത് പച്ചക്കറി പോലുള്ള വിഭവങ്ങൾക്ക് വില കൂടുതലുമാണെന്നാണ് അറിയാണ്ട് സാധിച്ചത്. നമ്മൾ കൂടുതലും നോൺ വെജ് ഭക്ഷണം കഴിക്കുന്നതുകൊണ്ട് വെജിറ്റേറിയന്റെ വില വ്യത്യാസം നമുക്ക് മനസ്സിലായിട്ടില്ല. പക്ഷെ ഇവിടെ വന്നപ്പോൾ കേട്ടൊരു കാര്യമാണത്. പിന്നെ വേറൊരു കാര്യമുള്ളത്, ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്ന രാജ്യമാണ് ന്യൂസിലാൻഡ്. അതുമാത്രമല്ല ഈ ഷീപ്പിന്റെ മീറ്റില്ലേ, ചെമ്മരിയാടിന്റെ ഇറച്ചിയും കയറ്റുമതി ചെയ്യുന്ന ഏറ്റവും വലിയ രാജ്യമാണ് ന്യൂസിലാൻഡ്. ആടും പശുക്കളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ.
മനുഷ്യരെക്കാൾ കൂടുതൽ ഇവിടെ ആടുകളാണ്. പിന്നെ ഈ ന്യൂസിലാൻഡിൽ കാർഷിക മേഖലയിലും അതുപോലെ വനം മത്സ്യബന്ധന മേഖലയിലൊക്കെ ആയിട്ട് ഏകദേശം 1.5 ലക്ഷത്തോളം ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ ലാൻഡ്സ്കേപ്പ് ഒരു രക്ഷയില്ല കേട്ടോ. നീലാകാശമൊക്കെ നോക്കി എന്ത് രസമല്ലേ. നമ്മൾ കുറച്ചും കൂടി മുന്നോട്ട് പോയപ്പോൾ മഞ്ഞ് മലകളൊക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ നോക്കിയപ്പോൾ എന്തോ റോഡ് പണിയൊക്കെ നടക്കുന്നുണ്ട്. ഒരു ഭാഗത്തേക്കുള്ള വണ്ടി മാത്രമേ വിടുന്നുള്ളൂ. വേറൊരു കാര്യം ശ്രദ്ധിച്ചാ, ആ മുന്നറിയിപ്പ് സംവിധാനമൊക്കെ ഉണ്ടോ, ആ സിഗ്നൽ ലൈറ്റ് വരെ ടെമ്പററി ആയിട്ട് അവർ കൊണ്ടുവന്ന് വെച്ചേക്കാണ്. ഈ രാജ്യത്തിൽ കൂടി യാത്ര ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം കേട്ടോ. റോഡ് പണിയൊക്കെ ഉണ്ടെങ്കിൽ കുറെ ദൂരത്ത് നിന്ന് തന്നെ അതിനുള്ള സിഗ്നൽ സംവിധാനമൊക്കെ ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ടാവും. കാരണം ഇതൊക്കെ 100 കിലോമീറ്റർ സ്പീഡിൽ വണ്ടികൾ പോകുന്ന റോഡുകളാണ്. അപ്പോൾ പണി നടക്കാൻ്റെ തൊട്ടടുത്ത് കൊണ്ടുവന്ന് മുന്നറിയിപ്പ് വെച്ച് കഴിഞ്ഞാൽ അപകടം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 100-ലൊക്കെ വരുന്ന വണ്ടികളല്ലേ, അതുകൊണ്ട് കുറെ മുന്നേ തന്നെ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 1/2 കിലോമീറ്റർ മുമ്പെങ്കിലും അവർ ഈ റോഡ് പണി നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള സിഗ്നൽസ് ഒക്കെ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് സ്പീഡൊക്കെ കുറച്ച് നമുക്ക് പോകാൻ പറ്റും. പിന്നെ നമ്മളങ്ങ് മുന്നോട്ട് പോയപ്പോൾ ഉണ്ടല്ലോ, വേറൊരു കാര്യം ശ്രദ്ധിച്ചാൽ നമ്മുടെ ലഡാക്ക് പോയൊരു സ്ഥലം ഇത് കണ്ട. ഇന്ത്യൻ ട്രിപ്പിൽ പലതവണ നമ്മൾ ലഡാക്ക് പോയിട്ടുണ്ട്. അതിന്റെ വീഡിയോ ഒക്കെ നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കാം. നമ്മൾ ലഡാക്കിന്റെ മാത്രം എപ്പിസോഡുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇന്ത്യൻ ട്രിപ്പിൽ ലഡാക്കിൽ പോയിട്ടുണ്ട്. ലഡാക്കിൽ നമ്മൾ 3 തവണ യാത്ര ചെയ്തതിന്റെ വീഡിയോ ഉണ്ട്, 3 സീരീസുകളായിട്ട്. അപ്പോൾ അതൊക്കെ കണ്ടു നോക്കാം. അപ്പോൾ ആ എപ്പിസോഡുകൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ കാണുന്ന പ്രദേശങ്ങളൊക്കെ ഏകദേശം കറക്റ്റ് ലഡാക്ക് തന്നെ, ഒരു മാറ്റമില്ല. അങ്ങനെ നമ്മുടെ നീണ്ട യാത്രയല്ലേ, നമ്മൾ വണ്ടി പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് കയറ്റി. നല്ല റേറ്റാണ് കേട്ടോ. ഇന്ത്യൻ രൂപയൊക്കെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഏകദേശം ഒരു ലിറ്ററിന് 140-150 രൂപയൊക്കെയാണ് ഇവിടെ വരുന്ന പെട്രോളിൻ്റെ റേറ്റ്. ഇവിടെ 2-3 ടൈപ്പ് പെട്രോളൊക്കെ ഉണ്ട്. അതിൽ ഏറ്റവും സാധാരണ പെട്രോളിനാണ് ഈ പറഞ്ഞ റേറ്റ്. മറ്റേതിന് അതിലും വില കൂടും. പിന്നെ ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ചാൽ ഒരേ സ്ഥലത്ത് തന്നെ പല പമ്പിലും പല റേറ്റാണ്. അങ്ങനെയൊക്കെ ഉണ്ട്. അതൊക്കെ കണ്ടുപിടിക്കാൻ ശരിക്കും മൊബൈൽ ആപ്ലിക്കേഷൻ പറയണ്ട കേട്ടോ ഇവിടെ. പിന്നെ ഭൂമി ഉൽക്കങ്ങളുടെ കേസൊക്കെ ഞാൻ ആദ്യത്തെ എപ്പിസോഡുകൾ ഞാൻ പറഞ്ഞായിരുന്നു. 20,000-ഓളം ഭൂകമ്പങ്ങൾ ഒരു വർഷം നടക്കുന്ന രാജ്യമാണ്. അത് കണ്ടുപിടിക്കാനും മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട്. ഇന്ന് എവിടെയൊക്കെ ഭൂകമ്പം ഉണ്ടായി, എത്ര റിക്ടർ സ്കെയിലിൽ ഉണ്ടായ ഭൂകമ്പമാണ്, അങ്ങനെ പല സംഭവങ്ങളും അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ മൊബൈൽ ആപ്ലിക്കേഷൻസും ഉണ്ട്. അങ്ങനെ നമ്മൾ പോകുമ്പോഴാണ് കുറേ മഞ്ഞ് മലകളൊക്കെ കാണുന്നത്. ഒരുപാട് പ്രത്യേകതയുള്ള സ്ഥലമാണിത്. ഇതാണ് മൗണ്ട് കുക്ക് മലനിരകൾ. ന്യൂസിലാൻഡിലെ ഏറ്റവും വലിയ പർവ്വതമാണ് മൗണ്ട് കുക്ക്. 12,218 അടി ഉയരമാണ് ഈ പർവ്വതത്തിനുള്ളത്. സദേൺ ആൽപ്സ് പർവ്വതനിരകളുടെ ഭാഗമായ ഈ മൗണ്ട് കുക്ക് പ്രശസ്തമായ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് കേട്ടോ. ഈ മൗണ്ട് കുക്കിനെ അരോക്കി എന്നാണ് പറയുന്നത്. അതായത് അത് മാവോറി ഭാഷയിലുള്ള പേരാണ്. അതുപോലെ ഈ മൗണ്ടെയിൻ ക്ലൈംബേഴ്സിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സ്ഥലമാണിത്. എവറസ്റ്റ് ആദ്യമായിട്ട് കീഴടക്കിയ 2 പേരിൽ ഒരാളായ ന്യൂസിലാൻഡുകാരനായ എഡ്മണ്ട് ഹിലാരി എവറസ്റ്റ് കയറുന്നതിന് മുമ്പ് മലയൊക്കെ കയറി പരിശീലനം നടത്തിയത് ഈ മൗണ്ട് കുക്കിലാണ്. ഈ മലനിരകളിൽ പ്രധാനമായിട്ടും 3 കൊടുമുടികളുണ്ട് കേട്ടോ. എല്ലാറ്റിനും 3500 മീറ്ററിൽ കൂടുതൽ ഉയരമുണ്ട്. അങ്ങനെ നമ്മൾ മൗണ്ട് കുക്കിന്റെ കാഴ്ചകളൊക്കെ കണ്ട് വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ നമ്മളൊരു തടാകത്തിന്റെ കാഴ്ചയിലോട്ടാണ് വരുന്നത് കേട്ടോ. ഇതാണ് പുക്കാക്കി തടാകം. ഈ ഭാഗത്തുള്ള ആൽപൈൻ തടാകങ്ങളിൽ ഏറ്റവും വലിയ തടാകമാണ് പുക്കാക്കി. 178 സ്ക്വയർ കിലോമീറ്റർ വിസ്തൃതിയുള്ള ഒരു തടാകമാണ്. ടെക്കാപ്പോ എന്ന് പറയുന്ന വേറൊരു തടാകം കേട്ടോ. അത് നമ്മൾ കാണാൻ വേണ്ടിയിട്ട് പോകുന്നുള്ളൂ, നമ്മൾ അങ്ങോട്ട് എത്തും. അപ്പോൾ ഇവിടുത്തെ തടാകങ്ങളുടെ പേരെന്നൊക്കെ പറഞ്ഞാൽ എല്ലാം മാവോറി ഭാഷയിലുള്ളതാണ്. അതുകൊണ്ടാണ് ഈ പുക്കാക്കി, ടെക്കാപ്പോ, വക്കാട്ടിപ്പോ എന്നൊക്കെ പറയുന്ന രീതിയിൽ വിളിക്കുന്നത്. ഈ തടാകങ്ങളിലുള്ള വെള്ളം എന്ന് പറഞ്ഞാൽ ഈ മഞ്ഞുരിയൊക്കെ വരുന്ന വെള്ളമാണ്. അതുകൊണ്ടാണ് ആ ഒരു നീല ഷെയ്ഡ് നമുക്ക് കാണാൻ പറ്റുന്നത്. അത് നല്ല ഭംഗിയാണ്. സമുദ്രനിരപ്പിൽ നിന്ന് 1700 അടി ഉയരത്തിലാണ് ഈ ഒരു തടാകം, ഈ പുക്കാക്കി എന്ന് പറയുന്ന ഈ ഒരു തടാകം സ്ഥിതി ചെയ്യുന്നത്. പിന്നെ ഇവിടെ ഉണ്ടല്ലോ ഈ റോഡ് നിയമങ്ങളൊക്കെ ഭയങ്കര കർശനമായിട്ട് നോക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ഇൻ കേസ് എന്തെങ്കിലും വയലേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല ഫൈൻ കൊടുക്കേണ്ടി വരും. പിന്നെ നമ്മൾ ഇതുപോലെ ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കാട് പോലെയുള്ള ഏരിയ ഒക്കെ ഉണ്ടോ, അപ്പോൾ ചിലപ്പോൾ ഇതിന്റെ ഇടയിലൊക്കെ പോലീസ് വണ്ടിയൊക്കെ നിൽക്കുന്നുണ്ടോ, നമ്മൾ പോലും കാണൂല. പക്ഷെ എന്നും പറഞ്ഞ് അവര് നമ്മളെന്തെങ്കിലും വയലേറ്റ് ചെയ്താൽ ചാടി മുമ്പിൽ വീഴുക അങ്ങനത്തെ പരിപാടി ഒന്നുമില്ല. റോഡിൽ നിന്ന് ചെക്ക് ചെയ്യണമെന്ന് ഞാൻ കണ്ടിട്ടില്ല ഇന്നേ വരെ. ഇൻ കേസ് ഇപ്പം നമ്മൾ എന്തെങ്കിലും റോഡ് നിയമങ്ങൾ തെറ്റിച്ച് കഴിഞ്ഞാൽ ഇവരെന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതുപോലെ എവിടെയെങ്കിലും ഒളിച്ചിപ്പോൾ ഉണ്ടാവും, നമ്മൾ കാണൂല. പക്ഷെ ഇവർ പുറകെ വരുള്ളൂ. പുറകെ വന്നു കഴിഞ്ഞിട്ട് ഈ പോലീസ് വണ്ടിയിൽ ലൈറ്റുകളൊക്കെ ഉണ്ടാവില്ല, ഈ ലൈറ്റ് ഇട്ട് കാണിക്കും, ലൈറ്റ് മിന്നിക്കും. അപ്പോൾ അത് കാണുമ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ വണ്ടി സൈഡ് ഒതുക്കുക. അപ്പോൾ അവർ വന്ന് എന്താണ് പെറ്റി അടിക്കുക അല്ലെങ്കിൽ ഫൈനിടെ എന്താണെന്ന് വെച്ചാൽ അവർ കാര്യങ്ങൾ ചെയ്യും. പോലീസ് നമ്മുടെ വണ്ടിയുടെ അടുത്തേക്ക് വന്നിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിക്കുകയും ഫൈനിടുകയൊക്കെ ചെയ്യുള്ളൂ. നമ്മൾ വണ്ടിയുടെ പുറത്തിറങ്ങാനേ പാടില്ല. അങ്ങനെയാണ് ഇവിടുത്തെ റൂള്. നമ്മൾ വണ്ടി ഓഫ് ചെയ്ത് സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ടിട്ട് സ്റ്റിയറിംഗിൽ പിടിച്ച് ഇങ്ങനെ ഇരുന്നോളാം. പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ വെടിവെക്കും. അങ്ങനെ കുറേ സംഭവമുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ റൂള്. അതുപോലെ വഴിയിൽ ഇന്ന് ചെക്കിംഗ് ഒന്നും ആക്ച്വലി ഞാനിവിടെ കാണുന്നില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ക്യാമറ വെച്ചിട്ട് ഇവർ കണ്ടുപിടിക്കുമായിരിക്കും. പക്ഷെ ഇവിടെ വേറൊരു കാര്യമുള്ളത്, ആളുകളെല്ലാം നിയമം അനുസരിച്ച്
അനുസരിച്ച് തന്നെയാണ് ഭൂരിപക്ഷം പേരും യാത്ര ചെയ്യുന്നതെന്നുള്ളതാണ്. സ്പീഡ് ലിമിറ്റ് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആ സ്പീഡ് ലിമിറ്റ് അവർ കീപ്പ് ചെയ്യും. നമ്മൾ എന്തായാലും ഇത്രയും ദിവസം ന്യൂസിലാൻഡിൽ കൂടി ഡ്രൈവിംഗ് ചെയ്ത് യാത്ര ചെയ്തപ്പോൾ മനസ്സിലാക്കിയ കാര്യമാണ്, ആളുകൾ അത് ഫോളോ ചെയ്യുന്നുണ്ട്. അത് തന്നെ വലിയ കാര്യം. അതുകൊണ്ട് തന്നെ പോലീസിന് വലിയ പണി ഉണ്ടാവും തോന്നണില്ല. പിന്നെ കുറച്ച് പേരൊക്കെ കാണും എല്ലാ നാട്ടിലും നിയമങ്ങൾ ഇങ്ങനെ തെറ്റിക്ക് ഓവർ സ്പീഡായിട്ട് പോകുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും ഇവിടുത്തെ രീതികളൊക്കെ ഇങ്ങനെയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ മറ്റൊരു തടാകത്തിന്റെ ഭാഗത്തേക്ക് വന്നിരിക്കുകയാണ്. ഇതാണ് നേരത്തെ പറഞ്ഞ ടെക്കാപ്പോ തടാകം. ഈ പ്രദേശത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ തടാകമാണ് ടെക്കാപ്പോ. ഇവിടെ ഹോട്ട് സ്പ്രിംഗ് ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ബോർഡൊക്കെ വെച്ചേക്കുന്ന കാണാം. അതുപോലെ 50 കിലോമീറ്റർ ആണ് ഇവിടുത്തെ സ്പീഡ് ലിമിറ്റ്. എനിക്ക് തോന്നുന്നത് എന്തോ ടൗണോ തിരക്കുള്ള ഭാഗങ്ങളൊക്കെ വരുന്നുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ സ്പീഡ് ലിമിറ്റ് കുറച്ച് വെച്ചേക്കുന്നത്. ഈ ടെക്കാപ്പോ തടാകത്തിന്റെ തീരത്തെ ഒരു പള്ളിയുണ്ട്, പഴയ ഒരു പള്ളി. നമുക്ക് ആദ്യം ആ പള്ളി ഒന്ന് കാണാം. അതിന്റെ പുറകിലാണ് ആ ഒരു തടാകം ഉള്ളത് കേട്ടോ. നമ്മളവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. ഇവിടെ ഡ്രോൺ പെർമിറ്റ് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സൈൻ ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, പള്ളിയുടെ ഉള്ളിൽ കയറിയിട്ട് ക്യാമറ ഉപയോഗിക്കാൻ പാടില്ല എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ രാത്രി ഇവിടെ എൻട്രി ഇല്ല എന്ന് എഴുതിയിട്ടുണ്ട്. അങ്ങനെ പല ബോർഡുകളും കാണാം. അപ്പോൾ ഇതാണ് ദ ചർച്ച് ഓഫ് ദ ഗുഡ് ഷെപ്പേർഡ്, നല്ല ഇടയന്റെ പള്ളി. ന്യൂസിലാൻഡിലെ ആളുകൾ ഏറ്റവും കൂടുതൽ ഫോട്ടോ എടുത്തത് ഈ ഒരു പള്ളിയാണ്. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ന്യൂസിലാൻഡിലെ ഹെറിറ്റേജ് കാറ്റഗറി 1 ഉൾപ്പെടുത്തിയിരിക്കുന്ന പള്ളിയാണ്. ഈ മെക്കൻസി തടത്തിൽ നിർമ്മിച്ച ആദ്യത്തെ പള്ളിയാണ് ചർച്ച് ഓഫ് ദ ഗുഡ് ഷെപ്പേർഡ്. 1935 ഈ ഒരു പള്ളി നിർമ്മിക്കുന്നത് കേട്ടോ. ഈ ഒരു ചെറിയ ആംഗ്ലിക്കൻ പള്ളി ആദ്യകാലത്തെ കുടിയേറ്റക്കാരുടെ ഒരു സ്മാരകം കൂടിയാണ് കേട്ടോ. കോൺക്രീറ്റ് ഉപയോഗിച്ചാണ് ഈ ഒരു പള്ളി നിർമ്മിച്ചിരിക്കുന്നത്. അതിനുശേഷം ഭിത്തിയിൽ കല്ലുകളൊക്കെ കൊണ്ട് പൊതിഞ്ഞിട്ടുണ്ട്. ക്രൈസ്റ്റ് ചർച്ചിൽ നിന്നുള്ള റിച്ചാർഡ് സ്ട്രാച്ചൻ ഡി റെൻസി ഹർമൻ എന്ന് പറയുന്ന ഒരു ആർക്കിടെക്റ്റ് ആണ് ഈ ഒരു പള്ളി രൂപകൽപ്പന ചെയ്തത്. 1935 ജനുവരി 16 അന്നത്തെ ഗ്ലോസെസ്റ്റർ പ്രഭുവായ ഹെൻറി രാജകുമാരനാണ് ഈ പള്ളിയുടെ തറക്കല്ലിട്ടത്. ഈ പള്ളി രാവിലെ 9 മണി മുതൽ 5 മണി വരെ ഓപ്പൺ ആയിരിക്കും. അത് മഞ്ഞുകാലത്ത്. ഈ സമ്മർ ആണെങ്കിൽ രാവിലെ 9 മണി മുതൽ 8 മണി വരെ ഓപ്പൺ ആയിരിക്കും. പിന്നെ ഞായറാഴ്ചകളിൽ 4 മണിക്ക് ഇവിടെ കുർബാനയുണ്ട്. അത് മാത്രമല്ല, എല്ലാ മാസാവസാന ഞായറാഴ്ചകളിലും 6 മണിക്കും ഇവിടെ കുർബാനയുണ്ട്. ഈ പള്ളിയുടെ പുറകു ഭാഗത്താണ് ടെക്കാപ്പോ തടാകം. ശരിക്കും പറഞ്ഞാൽ ഈ നദിയുടെ തീരത്താണ് ഈ പള്ളി എന്ന് പറയുന്നതാണ് ശരി. ന്യൂസിലാൻഡില് ഏറ്റവും കൂടുതൽ സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് ഈ ടെക്കാപ്പോ തടാകം. സമുദ്രനിരപ്പിൽ നിന്ന് 2330 അടി ഉയരത്തിലാണ് ഈ ഒരു തടാകം സ്ഥിതി ചെയ്യുന്നത്. തെക്കൻ ആൽസ് പർവ്വതങ്ങളിൽ നിന്ന് മഞ്ഞുരുകി വരുന്ന വെള്ളം ഉണ്ടാ ഈ കാണുന്നത്. അതുകൊണ്ടാണ് ഇത്ര ഭംഗിയുള്ള ആ ഒരു നീല കളറിൽ നമുക്ക് കാണാൻ സാധിക്കണം. ഈ തടാകത്തിന്റെ കിഴക്ക് ഭാഗത്ത് ടോബി എന്ന് പറയുന്ന പർവ്വതങ്ങളാണ്. അത് ഏകദേശം 2200 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള പർവ്വതങ്ങളാണ്. ഈ തടാകത്തിന്റെ ഉപരിതലത്തിലുള്ള ജലത്തിന്റെ ശരാശരി താപനില എന്ന് പറയുന്നത് ഈ സെപ്റ്റംബർ മാസങ്ങളിൽ 5.8 ഡിഗ്രി ആണെങ്കിൽ ജനുവരിയിൽ അത് 17 ഡിഗ്രി ആയിട്ട് ഉയരും. അതുപോലെ തന്നെ ന്യൂസിലാൻഡിലെ ഈ സൗത്ത് ഐലൻഡിലെ മോസ്റ്റ് പോപ്പുലർ നാച്ചുറൽ അട്രാക്ഷൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഈ തടാകം വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു വിനോദസഞ്ചാര കേന്ദ്രമുണ്ട്. ഒരുപാട് റിസോർട്ടും ഹോട്ടലൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടെ വിസിറ്റ് ചെയ്യാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ടൈം സമ്മർ ടൈമാണ്. നവംബർ ഡിസംബർ മാസങ്ങളാണ് ഏറ്റവും ഭംഗിയിൽ കാണുന്നത്. പിന്നെ ഈ തടാകമായിട്ട് ബന്ധപ്പെട്ട് വൈദ്യുതി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഹൈഡ്രോ ഇലക്ട്രിസിറ്റി പവർ സ്റ്റേഷനൊക്കെ 1938 മുതൽ അതിന്റെ നിർമ്മാണമൊക്കെ ആരംഭിച്ചിരുന്നു. പക്ഷെ 2ാം ലോക മഹായുദ്ധ സമയത്ത് നിർമ്മാണമൊക്കെ നിലച്ചെങ്കിലും 1944 നിർമ്മാണം പുനരാരംഭിക്കുകയും 1951 ഈ ഒരു ജലവൈദ്യുതി പവർ സ്റ്റേഷൻ നിലവിൽ വരികയും ചെയ്തു. ഈ ഒരു പവർ സ്റ്റേഷനിലെ വൈദ്യുതി ഏകദേശം 1 ലക്ഷത്തോളം വീടുകൾക്കാണ് കേട്ടോ ഇലക്ട്രിസിറ്റി എത്തിക്കുന്നത്. അതുപോലെ ഈ നദിയുടെ തീരത്ത് തന്നെ ഈ പള്ളിയുടെ തൊട്ടടുത്തായിട്ട് ഒരു സ്റ്റാച്ചു ഉണ്ട്. അതൊരു നായയുടെ സ്റ്റാച്ചുവാ. ഇതാണ് ദ ഷീപ്പ് ഡോഗ് മെമ്മോറിയൽ, അതായത് ഒരു നായക്ക് വേണ്ടിയുള്ള സ്മാരകം. ഈ ആടുകളെ മേയ്ക്കാനായിട്ട് ഇവര് നായകളെ ഉപയോഗിച്ചിരുന്നു. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഈ ഇത്തരം കാഴ്ചകൾ കണ്ടതാണ്. ഇങ്ങനെയുള്ള നായകളെയാണ് ഷീപ്പ് ഡോഗ് എന്ന് പറയുന്നത്. ഈ 19ാം നൂറ്റാണ്ടിൽ സ്കോട്ടിഷ് ഇടയന്മാർ ഇവിടെ വന്ന സമയത്ത് അവർക്ക് ഇതുപോലുള്ള ഷീപ്പ് ഡോഗിന്റെ സഹായം ഇല്ലാതെ കൃഷി ചെയ്യാനൊന്നും സാധിക്കില്ലായിരുന്നു. അപ്പോൾ അതിന്റെ ഒരു ആദര സൂചകമായിട്ടാണ് ഈ കൂലി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഷീപ്പ് ഡോഗിന്റെ ഒരു സ്മാരകം ഇവിടെ വെച്ചിരിക്കുന്നത്. ഇത്തരം നായകളെ വിളിക്കുന്ന പേരാണ് ഈ കൂലി എന്ന് പറയുന്നത്. ഇതാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാരെ വിളിച്ചുകൊണ്ടിരുന്ന പേര്, കൂലി കൂലി. ഈ ഒരു സ്മാരകം 1968 മാർച്ച് 7 അന്നത്തെ ന്യൂസിലാൻഡിന്റെ ഗവർണർ ജനറൽ ആയിരുന്ന സർ ആർതർ എസ്.പി. പോരറ്റ് ആണ് ഇത് അനാച്ഛാദനം ചെയ്തത്. ഈ ഗവർണർ ജനറൽ എന്ന് പറയുന്നത് ബ്രിട്ടീഷ് രാജ്ഞിക്ക് വേണ്ടിയിട്ട് ആ നാട് ഭരിക്കുന്ന അവിടുത്തെ തലവനെയാണ് ഈ ഗവർണർ ജനറൽ എന്ന് പറയുന്നത്. ഇന്നത്തെ കാലത്തും ഈ കോമൺവെൽത്ത് രാജ്യങ്ങളിൽ ഗവർണർ ജനറൽമാരിലും ഉണ്ടാവും. അത് ബ്രിട്ടീഷ് രാജ്ഞിയുടെ നിയന്ത്രണത്തിൽ വരുന്ന രാജ്യങ്ങളായിരിക്കും. ഇന്ത്യയും അതിന്റെ ഭാഗമാണെങ്കിലും ഇന്ത്യയിൽ അങ്ങനെ ഇല്ല.
അങ്ങനെ നമ്മുടെ ന്യൂസിലാൻഡ് യാത്രയുടെ അവസാന സ്ഥലത്തേക്ക് നമ്മൾ പോവുകയാണ്, ക്രൈസ്റ്റ് ചർച്ച്. ഈ ലേക്ക് ടെക്കാപ്പോന്ന് ഏകദേശം ഒരു 2.5 മണിക്കൂർ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്രൈസ്റ്റ് ചർച്ചിലെത്താം. ഏകദേശം ഒരു 225 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ നേരെ ക്രൈസ്റ്റ് ചർച്ചിലേക്ക് പോകുന്നു, അവിടെ താമസിക്കുന്നു, അടുത്ത ദിവസം ക്രൈസ്റ്റ് ചർച്ചിലെ കാഴ്ചകൾ കാണുന്നു, നമ്മൾ ന്യൂസിലാൻഡിനോട് വിട പറയുന്നു. ഇതാണ് നമ്മുടെ ഇനി അടുത്ത പരിപാടി. നമ്മുടെ ന്യൂസിലാൻഡ് എപ്പിസോഡ് ഏകദേശം അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത എപ്പിസോഡാണ് അവസാന വീഡിയോ കേട്ടോ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കാണുക. പുതിയ യാത്രകളും പുതിയ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.